മഹാത്മാഗാന്ധിയെ വെടിവെച്ചു കൊന്ന നഥുറാം ഗോഡ്സെയെ അനുകൂലിച്ച കോഴിക്കോട് NIT പ്രൊഫസർ ഷൈജ ആണ്ടവനെതിരെ പരാതിയുമായി വിദ്യാർത്ഥി സംഘടനകൾ. SFIയും MSFും കുന്നമംഗലം പോലീസിലും KSU നടക്കാവ് പോലീസിലുമാണ് പരാതി നൽകിയിരിക്കുന്നത്. രാഹുൽ സുരേഷ് കോഴിക്കോട്ട് നിന്ന് വിവരങ്ങൾ നൽകാനുണ്ട്. രാഹുൽ, എനിക്ക് തോന്നുന്നു NIT കേന്ദ്രീകരിച്ച് ഇപ്പോൾ പലതരത്തിലുള്ള വിദ്യാർത്ഥി പ്രക്ഷോഭങ്ങൾ നടക്കുന്നുണ്ട്. അതിന് പുറമെയാണ് ഗാന്ധിയെ വെടിവെച്ചു കൊന്ന ഗോഡ്സെയെ അനുകൂലിച്ചുകൊണ്ട് കോഴിക്കോട്ടെ NIT പ്രൊഫസർ ഷൈജ ആണ്ടവൻ ചില പരാമർശങ്ങൾ നടത്തിയത്. വിദ്യാർത്ഥി സംഘടനകൾ ഇപ്പോൾ അതിനെതിരെ രംഗത്തുണ്ടായിരുന്നു. അവർ പ്രതിഷേധത്തിലായിരുന്നു. അവർ ഇപ്പോൾ പോലീസിൽ പരാതിപ്പെട്ടിരിക്കുന്നു എന്നതാണല്ലോ പുതിയ വിവരം. എന്താണ് വിശദാംശങ്ങൾ? ഗോപി, മഹാത്മാഗാന്ധി രക്തസാക്ഷിത്വവുമായി ബന്ധപ്പെട്ട ഫേസ്ബുക്ക് പോസ്റ്റിന് താഴെയായിരുന്നു കോഴിക്കോട് NITയിലെ അധ്യാപികയായിട്ടുള്ള ഷൈജ ആണ്ടവൻ്റെ ഗോഡ്സെ അനുകൂല ഫേസ്ബുക്ക് കമൻറ്റ്. ഗോഡ്സെ ഇന്ത്യയെ രക്ഷിച്ചതിൽ അഭിമാനമെന്നായിരുന്നു ഈ കമൻറ്റിൽ പറയുന്നത്. ഈ കമൻറ്റ് വലിയ രീതിയിൽ വിവാദമായിരിക്കുകയാണ്. ഈ വിവാദമായ സാഹചര്യത്തിലാണ് പ്രതിഷേധവുമായി വിവിധ രാഷ്ട്രീയ നേതാക്കളും ഒപ്പം തന്നെ വിവിധ യുവജന സംഘടനകളും വിദ്യാർത്ഥി സംഘടനകളും എല്ലാം തന്നെ രംഗത്തെത്തിയിട്ടുള്ളത്. കോഴിക്കോട് MP കൂടിയായിട്ടുള്ള MK രാഘവൻ ഇത് സംബന്ധിച്ച് NIT ഡയറക്ടർക്ക് കോഴിക്കോട് NIT ഡയറക്ടർക്ക് പരാതി നൽകിയിട്ടുണ്ട്. നടപടിയെടുക്കണമെന്നാണ് ഈ പരാതിയിലെ ആവശ്യം. മറ്റൊന്ന് DYFI ആണ്. DYFI കോഴിക്കോട് സിറ്റി പോലീസ് കമ്മീഷണർക്കാണ് ഇത് സംബന്ധിച്ച് പരാതി നൽകിയിട്ടുള്ളത്. KSU കുന്നമംഗലം പോലീസ് സ്റ്റേഷനിലും KSU നടക്കാവ് പോലീസ് സ്റ്റേഷനിലും SFI കുന്നമംഗലം പോലീസ് സ്റ്റേഷനിലും പരാതി നൽകിയിട്ടുണ്ട്. ഇങ്ങനെ യുവജന സംഘടനകളുടെയും വിദ്യാർത്ഥി സംഘടനകളുടെയും നേതൃത്വത്തിൽ വലിയ രീതിയിലുള്ള പ്രതിഷേധം ഈ നിമിഷവും ഉണ്ടാകുന്നുണ്ട്. അപ്പോഴും ഈ സംഭവത്തിൽ പ്രതികരിക്കാൻ ഈ അധ്യാപിക ഇതുവരെ തയ്യാറായിട്ടില്ല എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. മറ്റൊരു സംഭവം, കഴിഞ്ഞ ദിവസം അയോധ്യ പ്രതിഷ്ഠയുമായി ബന്ധപ്പെട്ട് വലിയ രീതിയിലുള്ള പ്രതിഷേധവും സംഘർഷവും കോഴിക്കോട് NIT കോളേജിൽ ഉണ്ടായിരുന്നു. ഈ സംഘർഷത്തിൽ ഇപ്പോൾ പോലീസ് കേസെടുത്തിരിക്കുകയാണ്. സീനിയർ വിദ്യാർത്ഥിയായ ശിവ പാണ്ഡയ്ക്കും കണ്ടാലറിയാവുന്ന 10 പേർക്കെതിരെയുമാണ് 2ാം വർഷ വിദ്യാർത്ഥി നൽകിയ പരാതിയിൽ കേസെടുത്തിട്ടുള്ളത്. തടഞ്ഞു വെച്ച് ഭീഷണിപ്പെടുത്തൽ, മാരകമായി പരിക്കേൽപ്പിക്കൽ എന്നീ വകുപ്പുകളാണ് ഈ 10 പേർക്കെതിരെയും ഇപ്പോൾ ചുമത്തിയിട്ടുള്ളത്. എന്താണെങ്കിലും സംഘർഷ പശ്ചാത്തലത്തിൽ കോളേജ് 4 ദിവസമായി അടച്ചിട്ടിരിക്കുകയാണ്. അതോടൊപ്പം വിവാദങ്ങളുടെയും സംഘർഷങ്ങളുടെയും എല്ലാ പശ്ചാത്തലത്തിൽ കൂടിയാണ് കോഴിക്കോട് NIT ഇപ്പോൾ മുന്നോട്ട് പോകുന്നത്. പുതുതായി ഇപ്പോൾ ലഭിക്കുന്ന ഒരു വിവരം, ഷൈജ ആണ്ടവനെതിരെ കേസ് എടുത്തിരിക്കുന്നു എന്നുള്ളതാണ്. രാഹുൽ സുരേഷാണ് ഇപ്പോൾ നമുക്ക് വിവരങ്ങൾ പങ്കുവെച്ചത്.